നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ മുറിഞ്ഞങ്കൽ ഗുരുമന്ദിരത്തിന് സമീപം കാറും ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചതിന്റെ ഞെട്ടലിലാണ് കോന്നി മല്ലശ്ശേരിയിലെയും തെങ്ങുകാവിലെയും നാട്ടുകാർ. കോന്നി മല്ലശ്ശേരി പുത്തൻതുണ്ടിൽ വീട്ടിൽ മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ മത്തായി, തെങ്ങുകാവ് പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ്, മകൾ അനു ബിജു എന്നിവരാണ് മരിച്ചത്. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കഴിഞ്ഞ മാസം 30-ന് അനുവും നിഖിലും വിവാഹിതരായത്. ഇരുവരും ഒരേ ഇടവകയിൽപ്പെട്ടവരാണ്. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം. അനുവിന്റെയും നിഖിലിന്റെയും സ്വപ്ന ദാമ്പത്യം നീണ്ടത് വെറും 15 ദിവസം മാത്രമായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരായവർക്ക് കൊതി തീരെ ജീവിക്കാൻ കഴിഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ് കാനഡയിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപാണ് മധു ഇതുവിനായി ഇരുവരും മലേഷ്യയിലേക്ക് പോയത്. വീടിന് കഷ്ടിച്ച് 7 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു അപകടം. ആൻഡ് ടു ഷാൽ ബിക്കം വൺ എന്നായിരുന്നു ഇവരുടെ വിവാഹ ക്ഷണകത്തിന്റെ ആമുഖം. നവംബർ 30-ന് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് 11 മണിക്ക് സെന്റ് മേരീസ് പള്ളിയിലായിരുന്നു താലിക്കെട്ട്. അതിനുശേഷം വിവാഹ സൽക്കാരം നടന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലെ ഓഡിറ്റോറിയത്തിലും. നാട്ടുകാരടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. നാട്ടുകാർക്ക് ആഘോഷമായിരുന്നു ഈ വിവാഹം. 2 പേരും ഒരു പള്ളിക്കാരും. അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട നവദമ്പതികളാണ് അപകടത്തിൽ മരിച്ചത്. ഇവർക്കൊപ്പം അച്ഛന്മാരും യാത്രയായി. ഇവർ സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. ഏറെ പണിപ്പെട്ട് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ബിജുവാണ് കാർ ഓടിച്ചിരുന്നത്. അയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത്. സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലത്താണ് ഇന്നത്തെ അപകടവും ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷമായി. പുതിയ റോഡ് നിർമ്മിച്ച ശേഷം നിരവധി പേരാണ് അപകടത്തിൽ മരിച്ചത്. സ്പീഡ് ബ്രേക്ക് ഇല്ലാത്തതും അലൈൻമെന്റ് ശരിയല്ലാത്തതുമാണ് ഇതിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മുറിഞ്ഞങ്കലിൽ ചെറിയ വളവും റോഡിന്റെ മിനുസവും കാരണം വാഹനങ്ങൾ തെന്നി മാറിയാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടാകുന്നത്. 2 മാസം മുമ്പ് അപകടത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ മരിച്ചിരുന്നു. സ്ഥിരം അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇക്കാര്യം കാര്യമായി പരിഗണിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജുവും തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു. രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാൻ ഇരിക്കുകയായിരുന്നു നിഖിലും അനുവും. വീടെത്തുന്നതിന് 7 കിലോമീറ്റർ മുൻപാണ് അപകടം സംഭവിച്ചത്. അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു. റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടം ഉണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു. അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു. റോഡിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗങ്ങൾ തേടി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നെന്നും പ്രസിഡന്റ് പറഞ്ഞു. തെലങ്കാനയിൽ നിന്നുള്ള 19 ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. അനുവും നിഖിലും കാറിന് പുറകിലായിരുന്നു. ബസ്സിന്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ശബ്ദം കേട്ട് അപ്പുറത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത്. ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. കാറിന്റെ 4 ഡോറുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. അനുവിന് മാത്രമാണ് ശ്വാസമുണ്ടായിരുന്നത്. മറ്റു 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അനുവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു.